പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. രാമായണ തത്വവിചാരത്തിൽ നാം ഇന്നു മുതൽ യുദ്ധകാണ്ഡത്തിലൂടെ സഞ്ചരിക്കുകയാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കൊലപാതക പരമ്പര എന്ന് തന്നെയാണ്. എല്ലാ കാലത്തും യുദ്ധം കൊല്ലലും ചാകലുമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ മാതൃഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അനേകം സൈനികന്മാർ ബലിദാനം ചെയ്യുന്നു. നമ്മളവരെ ബലിദാനികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എതിർക്കുന്ന രാജ്യം അവരെ ശത്രുക്കൾ എന്ന് പറയും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായിട്ട് നമ്മുടെ രാജ്യത്തിലെ സൈനികന്മാർ മരിച്ചാൽ നമുക്കവർ ബലിദാനികളാണ്, പാകിസ്ഥാനിക്ക് അവൻ ശത്രുവാണ്. തിരിച്ചങ്ങനെയുമാണ്. നമുക്ക് പാകിസ്ഥാൻ സൈനികൻ ബലിദാനി എന്ന് നമ്മൾ വിളിക്കാറില്ല, അവൻ നമ്മുടെ ശത്രുവാണ്. രണ്ടുപേരും അവരവരുടെ രാജ്യത്തിനു വേണ്ടി മരിച്ചു വീഴുന്നു. പക്ഷേ യുദ്ധം എന്തിനാണ്? യുദ്ധം എല്ലാ കാലത്തും മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം മനുഷ്യരിൽ മാത്രമാണോ ഉള്ളത്? അല്ല, സകല ജീവജാലങ്ങളിലും യുദ്ധമുണ്ട്. നമ്മുടെ ലോകം ഇന്ന് വലിയൊരു യുദ്ധത്തിലാണ്. കൊറോണ എന്ന കോവിഡ് വൈറസ് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ ജീവൻ വെക്കും. അപ്പോഴേക്കും യുദ്ധം തുടങ്ങുകയായി. ഇവനെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ശരീരത്തെ സംരക്ഷിക്കുന്ന നമ്മുടെ നല്ല അണുക്കൾ അതിനോട് പ്രതികരിക്കുന്നു. അപ്പോൾ കൊറോണ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകുന്നു. കൊറോണ നല്ലതിനെ കീഴ്പ്പെടുത്തിയാൽ കൊറോണ വിജയിക്കുന്നു. എന്നാൽ 95% മനുഷ്യരും കൊറോണയെ കീഴ്പ്പെടുത്തുന്നു. അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധം എല്ലാ സൂക്ഷ്മ സ്ഥൂലമായ സ്ഥലങ്ങളിൽ മുഴുവൻ നമുക്ക് യുദ്ധത്തെ കാണുവാൻ കഴിയും. ഇവിടെ രാമൻ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമാണ്. രാമൻ ഇത്ര പേരെ കൊന്നു എന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. പക്ഷെ കൊന്നവരുടെ കൂട്ടത്തിൽ ഒരു ധർമ്മിഷ്ഠനും ഉണ്ടായിരുന്നില്ല. ബാലിയുടെ വിഷയമൊക്കെ നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അസുരന്മാരെയാണ് കൊന്നുകളഞ്ഞത്. അപ്പൊ അസുരന്മാരെ കൊല്ലാമോ? ലോകത്തിലെല്ലാ കാലത്തും രാജ്യങ്ങളിൽ വധശിക്ഷയുണ്ട്. ഗോവിന്ദചാമി ഇപ്പം നമ്മുടെ നാട്ടിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എന്നാൽ എന്താണ് അതിൻ്റെ കുറ്റം? തികച്ചും അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ച് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും, അപൂർവം ചില രാഷ്ട്രങ്ങളിൽ ഒഴികെ, വധശിക്ഷയുണ്ട്. വ്യത്യസ്ത രീതികളാണ്. നമ്മുടെ നാട്ടിൽ തൂക്കിക്കൊല്ലുകയാണ്, കയറുപയോഗിച്ച് കൊല്ലുന്നു, വിഷം കുത്തിവെച്ച് കൊല്ലുന്നുണ്ട്, സൗദി അറേബ്യയിൽ പരസ്യമായിട്ട് തലവെട്ടി കൊല്ലുന്നുണ്ട്, വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇതൊക്കെയുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതൊരു യുദ്ധമാണ്. തിന്മയെ ലോകത്തിന് മുന്നിൽ നശിപ്പിക്കുന്ന യുദ്ധം. തിന്മ ചെയ്ത, ലോകത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തിന്മ ചെയ്ത ഒരു വ്യക്തിയെ കൊല്ലുന്നതിലൂടെ അത് ലോകത്തിനൊരു സന്ദേശത്തെ നൽകുന്നുണ്ട്. നിങ്ങളും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ തന്നെ നിങ്ങളും കൊല ചെയ്യപ്പെടും. അപ്പോൾ യുദ്ധം എല്ലാ കാലഘട്ടത്തിലും നടക്കുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിൽ യുദ്ധമുണ്ട്, ധർമ്മവും അധർമ്മവും തമ്മിൽ യുദ്ധമുണ്ട്. ഈ യുദ്ധത്തിൽ എപ്പോഴും വിജയിക്കേണ്ടത് എന്താണ്? സത്യമാണ്, അഥവാ ധർമ്മമാണ്. എങ്കിൽ ധർമ്മത്തെ ആരാണ് വിജയിപ്പിക്കുക? മനുഷ്യലോകത്ത് ധർമ്മിഷ്ഠരായ മനുഷ്യരാണ് ധർമ്മത്തെ വിജയിപ്പിക്കേണ്ടത്. അപ്പോൾ അധർമ്മികൾ ആരാണ്? അത് മനുഷ്യരും രാക്ഷസരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അധർമ്മികളെ ആര് നിഗ്രഹിക്കണം? ധാർമ്മിക ബോധമുള്ള മനുഷ്യൻ. നിഗ്രഹിക്കുക എന്ന് വെച്ചാൽ കൊല്ലുക എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകളെ അവൻ്റെ മനസ്സിലെ തിന്മകളെ നിഗ്രഹിച്ച് നന്നാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് സജ്ജനങ്ങളാക്കി മാറ്റാൻ പറ്റും. എന്നാൽ ചില ആളുകളുടെ ശരീരത്തെ നശിപ്പിക്കേണ്ടി വരും. കാരണം അവർ ശരീരവുമായിട്ട് അവരുടെ ആത്മാവ് ജീവിക്കുമ്പോൾ ശരീരബോധത്തിൽ അടിസ്ഥാനത്തിൽ മാത്രം കർമ്മങ്ങൾ ചെയ്യുന്ന ക്രൂരന്മാരെ കൊല്ലേണ്ടി വരും. അപ്പം ഭീകരന്മാരെയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഭീകരപ്രവർത്തകരെ തോക്കുകൊണ്ട് തന്നെയാണ് നേരിടുന്നത്. നമ്മുടെ ജമ്മു കാശ്മീരിൽ നമ്മുടെ പട്ടാളം ഭീകരന്മാരെ നേരിടുന്നത് അനുനയത്തിലൂടെ, സന്ധി സംഭാഷണമൊന്നുമല്ല. അവിടെ AK-47 തോക്കുപയോഗിച്ചിട്ട് തന്നെയാണ്.
കാരണം അവിടെ സമാധാനം, അനുനയനം എന്നൊക്കെ നടക്കണമെങ്കിൽ തോക്ക് വേണം. ശക്തി കൊണ്ട് മാത്രമേ അവിടെ സത്യത്തെ നിലനിർത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ എല്ലായിടത്തും തോക്കിൻ്റെ ആവശ്യമില്ല. നല്ല വാക്കുകളിലൂടെ, തെറ്റിദ്ധാരണ നീക്കുന്നതിലൂടെ സമന്വയിപ്പിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ നാട്ടിൽ മാവോയിസ്റ്റുകളുമായിട്ട് പലപ്പോഴും ചർച്ച നടത്തിയിട്ട് ഒരുപാട് മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട്. തെറ്റിദ്ധാരണ കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അവർ മാവോയിസ്റ്റുകളായിപ്പോയതായിരുന്നു. അങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ അതിൽ കുടുങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ കൊലപാതകം മാത്രമല്ല യുദ്ധമെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ദുഷ്ചിന്തകളെ നിഗ്രഹിക്കുന്നതും യുദ്ധം തന്നെയാണ്. എന്നാൽ ഇവിടെ രാമൻ്റെ യുദ്ധം എന്ന് പറയുന്നത് അധർമ്മികളുടെ ശരീരത്തെ തന്നെ ഇല്ലാതാക്കലായിരുന്നു. ഭൂമിദേവി ദുഷ്ട ജനങ്ങളുടെ ഭാരം സഹിക്കാൻ പറ്റാതെ ബ്രഹ്മാവിനോട് യാചിച്ചപ്പോഴാണ് നാരായണൻ അവതരിച്ച് അതിനെല്ലാം പരിഹാരം കാണുമെന്ന് പറയുന്നത്. അപ്പം അത്രയേറെ ഭാരമുണ്ടോ ഇവർക്ക്? ഭാരം എന്ന് പറഞ്ഞാൽ അധർമ്മത്തിൻ്റെ ഭാരമാണ്, അല്ലാതെ കുംഭകർണൻ്റെയും രാവണൻ്റെയും ശരീരത്തിൻ്റെ 80 കിലോ 100 കിലോ വെയിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. അധർമ്മത്തിൻ്റെ ഭാരം ലോകത്ത് കൂടുമ്പോൾ അത് ലോകത്തിന് ശാപമായി തീരും. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഭീകരത എന്ന് പറയുന്ന ഒന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭീകരതയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സിനെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അസ്വസ്ഥമാക്കി കളയും. ഇതുപോലെയാണ് തിന്മയുടെ ചിന്തകൾ മനുഷ്യ മനസ്സിനെ കലുഷിതമാക്കി കളയും. ആയതുകൊണ്ട് മനുഷ്യന് ശാന്തമായിട്ടും നന്മ ചെയ്തും ജീവിക്കുവാൻ തിന്മയുടെ പ്രതീകങ്ങളായ മനുഷ്യനോ രാക്ഷസനോ തടസ്സമാണ് എങ്കിൽ ആ മനുഷ്യൻ്റെ രാക്ഷസന്റെ ശരീരത്തെ നിഗ്രഹിച്ച് സത്യത്തെ, ധർമ്മത്തെ നിലനിർത്തേണ്ടത് രാജാവിൻ്റെ അഥവാ ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയുടെ കടമയാണ്. അങ്ങനെയുള്ള ധർമ്മിഷ്ഠന് ശക്തി കൂടി ആവശ്യമാണ്. വീര സവർക്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ ധാർമ്മിക ബോധമില്ലാത്ത ആയുധത്തിൻ്റെ വിജയം മൃഗീയമാണ്. ധാർമ്മിക ബോധമില്ലാത്ത ആയുധത്തിൻ്റെ വിജയം മൃഗീയമാണ്. അതുപോലെ തന്നെ ശക്തിയുടെ പിൻബലമില്ലാത്ത ധാർമ്മികതയുടെ വിജയം മുടന്തനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശക്തിയില്ലാതെ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ബുദ്ധിമുട്ടാണ്. പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? സമാധാനത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു. ദൂതുമായിട്ട് ഭഗവാൻ തന്നെ പോയി കൗരവ സദസ്സിൽ. അവസാനം ദുഷ്ടന്മാരായ കൗരവന്മാർ ഭഗവാനെ പിടിച്ചു കെട്ടാൻ നോക്കി, ദൂതനെ പിടിച്ചു കെട്ടാൻ നോക്കി. ആ 100 പേരെയും അടിച്ചു കൊന്നുകളയുവാൻ ഭഗവാൻ ഉത്തരവിടുന്നു. ആരോട്? ഭീമസേനോട്. ഭീമസേനൻ അത് കൃത്യമായിട്ട് നിർവഹിച്ചു. സമന്വയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സകല വഴികളും അവസാനിച്ചപ്പോൾ യുദ്ധത്തിൻ്റെ വഴിയിലൂടെ അധർമ്മികളായ 100 പേരുടെ ശരീരത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ സംരക്ഷിച്ചു. രാമൻ ത്രേതായുഗത്തിൽ ചെയ്തത് ഈ അധർമ്മത്തെ നിഗ്രഹിച്ച് ധർമ്മത്തെ സംരക്ഷിക്കലായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധകാന്ഡം വളരെ പ്രസക്തമാകുന്നത്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ധാരാളം അമ്മമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതാ കർക്കിടക മാസം വരാൻ പോകുന്നു, ഈ യുദ്ധകാന്ഡം 6ാമത്തെ കാണ്ഡമാണ്. യുദ്ധകാന്ഡം വായിച്ചാൽ വീട്ടിൽ യുദ്ധം ഉണ്ടാകുമോ? ഇല്ല, യുദ്ധം ഒഴിവാകും. കാരണം യുദ്ധമുണ്ടാകുവാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാതെ നോക്കാൻ നമുക്ക് പറ്റുമല്ലോ. ഇപ്പോൾ ഒരാൾക്ക് പറ്റിയൊരു അബദ്ധം നമ്മളോട് കൃത്യമായി പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്നതിൻ്റെ അറിവ് വെച്ച് ആ അബദ്ധം നമുക്ക് പറ്റാതിരിക്കാൻ അത് ഉപകരിക്കുമല്ലോ. യുദ്ധകാന്ഡം എന്ന് പറയുന്നത് അന്യൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ, അതുകൊണ്ട് രാവണൻ്റെ മക്കളും ഒരനുജൻ ഒഴികെ, വിഭീഷണൻ ഒഴികെ ബാക്കി എല്ലാവരെയും രാമനും കൂട്ടരും കൊന്നുകളഞ്ഞ ഒരു കാണ്ഡമാണത്, യുദ്ധകാന്ഡം. അപ്പോൾ അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവന് മരണം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയവന് മരണം എന്നത് ഇവിടെ നമ്മൾ കണ്ടു. അവിടെയാണ് ഈ തത്വവിചാരം പ്രസക്തമാകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.